ന്യൂഡൽഹിയിൽ വീണ്ടും UDF കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ ബസ്സുകൾ തടഞ്ഞു. നഗരസഭയുടെ ഗതാഗത ഉപദേശക സമിതി തീരുമാനം പാലിക്കാത്ത ബസ്സുകളാണ് ഇന്ന് തടഞ്ഞത്. ഗതാഗത ഉപദേശക സമിതിയുടെ തീരുമാനമനുസരിച്ച് എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ ടൗൺ ചുറ്റിയ ശേഷമാണ് സ്റ്റാൻഡിൽ പ്രവേശിക്കേണ്ടത്. ഇത് ലംഘിച്ച ബസ്സുകൾ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ തടയുകയും തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയും ആയിരുന്നു. പിന്നീട് പോലീസ് എത്തി ബസ്സുകൾക്ക് മേൽ നിയമ നടപടിയെടുത്തു. ബസ് തടഞ്ഞുള്ള സമര പരിപാടിക്ക് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ, റെജി ജോൺ, കൌൺസിലർമാരായ സിബി കൊട്ടാരം, PC ഭാസ്കരൻ, ബോബൻ വർഗീസ്, ബേബി കീരാംതടം, CA തങ്കച്ചൻ, റോയി ഇരട്ടയാനി, ജിജോ T ബേബി, സാറ TS എന്നിവർ നേതൃത്വം നൽകി. നഗരസഭാ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി എടുത്ത തീരുമാനം പലപ്പോഴും സ്വകാര്യ ബസ്സുകൾ വയലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ആ ബസ്സിൽ എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അരമണിക്കൂറോളം ഈ സ്റ്റാൻഡിൽ ഹാൾട്ട് ചെയ്യുന്ന ബസ്സുകൾ പോലും നേരെ വന്ന് പുറത്ത് ആളെ ഇറക്കി ഇവിടെ വിശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ പോകേണ്ട രോഗികളായിട്ടുള്ള ആളുകൾ, ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോകേണ്ട ആളുകൾ, ദേവമാതാ ഹോസ്പിറ്റലിൽ പോകേണ്ട ആളുകൾ, അധികവും പ്രായമായ ആളുകൾ, അവർ നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് പോവുകയാണ്. കൂത്താട്ടുകുളം ടൗണിൽ ഇറങ്ങുന്നതിനുള്ള ബസ് ചാർജ് കൊടുത്ത് ബസ്സിൽ കയറുന്ന ആളുകളെ കൂത്താട്ടുകുളം നഗരസഭയുടെ അഡ്വൈസറി കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ള പ്രകാരം ടൗൺ ചുറ്റി ഇവിടെ വണ്ടി വന്ന് കയറുകയാണെങ്കിൽ അതാത് സ്ഥലങ്ങളിൽ ഇറക്കി വിടാൻ കഴിയും. ഇത് പ്രായമായ ആളുകൾ അടക്കം ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുകൊണ്ട് നിരന്തരം ഇത്തരം ട്രാഫിക് വയലേഷൻ ഉണ്ടാകുന്നത് കൊണ്ടുമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ബസ് തടയാൻ വന്നത്. ഈ തമ്പുരാൻ ബസ് ഒരു പ്രാവശ്യം മാത്രമല്ല, എന്ന് ബസ് തടയാൻ ഞങ്ങൾ വന്നാലും ആ ബസ് ഈ ട്രാഫിക് റൂൾ വയലേറ്റ് ചെയ്ത് നേരെ സ്റ്റാൻഡിൽ കയറുകയാണ്. ഇത് ഇപ്പോൾ എന്നും ഞങ്ങൾ വന്ന് ഇവിടെ കാവൽ നിന്നാലാണ് ബസ്സുകൾ കൃത്യമായ റൂട്ടിൽ സഞ്ചരിക്കുകയുള്ളൂ, ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ ട്രിപ്പ് നടത്തുകയുള്ളൂ എന്നുള്ള ഒരവസ്ഥയാണ്. ഏറെ ഖേദകരമാണ്. സഭയിൽ കിഴവുമ്പ ഇടയാർ, അതുപോലെ തന്നെ ഉലിയപ്പുറം, വടകര ഭാഗത്ത് വന്ന ബസ്സുകൾ മിക്ക ബസ്സുകളും നേരെ തന്നെ പോയി കറങ്ങി അടിച്ചാണ് ബസ് സ്റ്റാൻഡിൽ കയറുന്നത്. അതിൽ കുറേ ബസ്സാണ് ഈ വാശി പിടിക്കുന്ന പോലെ. ഇന്ന് തമ്പുരാൻ ബസ് 10:45 ഇവിടെ വന്ന ബസ് ഇന്ന് 11:10 ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് എറണാകുളം പോകുന്നത്. അവർ പോലും കറങ്ങുന്നില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസം മുമ്പ് UDFന്റെ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിൽ ബസ് തടഞ്ഞു. അതിനുശേഷം അവിടെ മുനിസിപ്പൽ കമ്മിറ്റി കൂടിയിട്ട് അവരൊരു മൊബൈൽ നമ്പർ എല്ലാ ബസ്സിലും ഒട്ടിച്ചു കൊടുത്തു. ഈ നമ്പറിൽ വിളിച്ചാൽ മാത്രം പരാതിപ്പെട്ടാൽ മതി, എല്ലാം നേരെയാവുമെന്ന് പറഞ്ഞു. മൊബൈൽ നമ്പർ അവിടെ ഉണ്ട്. ഇതുവരെ ഒത്തിരി ആൾക്കാർ പരാതിപ്പെട്ടിട്ടുണ്ട്. ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇതാണ് കൂത്താട്ടുകുളം നഗരസഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൌസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം 40,000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം. ജോൺസൺ, സൊമാനി, ഹെലിക്ക, ലെക്സസ്, ലിവാൻസ, മൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ്. കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം. പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസ്റ്റിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം. വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൌസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ്, കൂത്താട്ടുകുളം. എന്റെ ഫ്രണ്ട്സ് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, എന്തിനാ നിന്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്നതെന്ന്. എനിക്കിത് ഒരിക്കലും ഒരു നഷ്ടമല്ല, എന്റെ ഉത്തരവാദിത്തമാണ്. ഫീസ് പോലും അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ പഠനം അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം വലിയ വില നൽകിയെടുത്തു നമ്മുടെ അച്ചായൻസ്. അന്ന് കണ്ണു നിറഞ്ഞു നിന്ന എന്റെ കൈകളിലേക്ക് ഫീസിനായി നല്ലൊരു തുക കൂടി വെച്ച് തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, മോളൊരു ഡോക്ടറാകുമ്പോ സാധാരണക്കാരെ മറന്നുപോകരുത്, പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം ചെയ്യണമെന്ന്. അതല്ലേ മോളെ യഥാർത്ഥ ആതുരസേവനം എന്ന് പറയുന്നത്? അതാവണം. നന്മയ്ക്കായി നാടിനൊപ്പം. അച്ചായൻസ് ഗോൾഡ്.